സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ ഡൂംസ്ഡേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ് ട്രെയിലറിൻ്റെ ഓളത്തിലിരിക്കുമായിരിക്കും എല്ലാവരും എന്നറിയാം. എന്നല്ല അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വെടിക്കെട്ട് അപ്ഡേറ്റ് കൂടെ മാർവൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങ് D23. ഡൂംസ്ഡേയും സീക്രട്ട് വാർസും മാർവൽ ഫാൻസിനും എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ശേഷമുള്ള മാർവലിൻ്റെ ഭാവി പരിപാടികൾ എന്താണെന്നുള്ളൊരു കാര്യം. സോ ആ ഒരു ഭാവി പരിപാടി ഏതൊരു രീതിയിലായിരിക്കും എന്തിനെ നോക്കിയായിരിക്കും പോകാൻ പോകുന്നതെന്നുള്ളൊരു കാര്യവും ഇവിടെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അനൗൺസ്മെന്റിന് മുമ്പേ തന്നെ ഏറെക്കുറെ കൺഫേം ആയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സീക്രട്ട് വാർസ് പടത്തിന് ശേഷം മാർവൽ ഏറെക്കുറെ ദ മ്യൂട്ടൻസ് ആകെ ബേസ് ചെയ്തിട്ടാണ് പോകാൻ പോകുന്നത്. അതിനെ ശരികരിക്കുന്ന വണ്ണം ഇപ്പോൾ ആ ഒരു എക്സ്മെൻ കാസ്റ്റ് നെയിം ഒഫീഷ്യലായിട്ട് തന്നെ മാർവൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു അനൗൺസ്മെന്റിലൂടെ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ള ഈ ഒരു കാസ്റ്റ് ലിസ്റ്റിൽ വരുന്ന എക്സ്മെൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങളും ആൻഡ് ഈ ഒരു എക്സ്മെൻ്റെ അവഞ്ചേഴ്സ് കൊളാബ് ചെയ്ത് വരാൻ പോകുന്ന ഈ ഒരു മാർവലിലെ പുതിയ ഉലകം ഏതൊരു രീതിക്കായിരിക്കും വർക്കൗട്ട് ആവാൻ പോകുന്നതെന്നുള്ള എൻ്റെ ഒരു തോട്ട്സും പരിപാടികളായിരിക്കും ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. സോ സമയം കൂടുതൽ കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കണം ഈ ഒരു സീക്രട്ട് വാർസ് പടത്തിന് ശേഷം മാർവലിൽ എങ്ങനെയാണ് ഈ ഒരു എക്സ്മെൻ ടീം പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്നതെന്നുള്ളൊരു കാര്യം. ആൻഡ് ഇവരെ പറ്റിയിട്ടുള്ള ഒരു ടീസോ പരിപാടികളോ ഇതുവരെ എവിടെയും കൊടുക്കാത്ത പക്ഷം ഇങ്ങനെ ഒരു സംശയം വരുന്നത് ന്യായമാണ്. ബട്ട് മാർവൽ അങ്ങിങ്ങായിട്ട് മ്യൂട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. എങ്ങനെ ആ ഒരു മ്യൂട്ടൻസ് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. അത് പോകെ പോകെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. മ്യൂട്ടൻസ് അങ്ങിങ്ങായിട്ട് മാർവൽ യൂണിവേഴ്സിൽ ചിന്നിച്ചതറി കിടക്കുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു എക്സ്മാൻ ബേസിൽ വരുന്ന ഒരു ടീമോ പരിപാടികളോ ഒന്നും മാർവൽ ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. ആൻഡ് ചാൾസ് എക്സേവിയറിന്റെ ആ ഒരു സ്കൂളൊന്നും ഇപ്പോൾ മാർവലിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് സീക്രട്ട് വാർസ് ലെവൽ ഏതൊരു രീതിയിലാണ് ഒരു പ്ലോട്ട് പോയിന്റ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഈ ഒരു എക്സ്മാൻ ടീം മാർവൽ എങ്ങനെ വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നത്. സീക്രട്ട് വാർസിന് ശേഷം ഒരു റീബൂട്ടാണ് മാർവൽ പ്ലാൻ ചെയ്യുന്നതെന്ന് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ഡൂംസ്ഡേ സീക്രട്ട് വാർസ് പടത്തിൽ എക്സ്മെൻ ടീം വരുന്നുണ്ട്. ബട്ട് അത് OG ആയിട്ടുള്ള ആ ഒരു ലെജൻഡറി ക്യാരക്ടേഴ്സ് തന്നെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്ത് വരുന്നത്. സോ അവർക്ക് ഈ ഒരു രണ്ട് പടങ്ങളിലൂടെ ഒരു കൃത്യമായ സെൻഡ് ഓഫ് കൊടുത്തതിന് ശേഷം സീക്രട്ട് വാർസിന് ശേഷം ഈ ഒരു എക്സ്മെനെ ഒന്നേന്ന് തുടങ്ങുന്ന രീതിയിൽ പുതിയ ആൾക്കാരെ വെച്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു പരിപാടി നൈസ് പരിപാടിയാണ്. May 5th 2028 ഇപ്പോൾ ഈ ഒരു പടം കറന്റ് സ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്ട് നെയിം ഏറെക്കുറെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാക്ക് ഷ്രയർ, അത് തണ്ടർ ബോൾസ് പടമൊക്കെ എടുത്ത മച്ചാനാണ് ഈ ഒരു പടം എടുക്കാനായിട്ട് പോകുന്നത്. എന്നോട് ചോദിക്കുവാണെങ്കിൽ തണ്ടർ ബോൾസ് ഡയറക്ടർ ജാക്ക് ഷ്രയർ ഇതിന് ഓക്കെ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആ ഒരു പടം എടുത്താലും അതിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുവാണെങ്കിലും ഒരു എക്സ്മെൻ വൈബ് ചെറുതായിട്ട് അടിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള സൂപ്പർ പവേഴ്സ് ഉള്ള മ്യൂട്ടൻസ് എന്നറിയപ്പെടുന്ന ഒരു ബഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിന് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു എക്സ്മെൻ പരിപാടിയിലെ ഫൈറ്റ് സീക്വൻസുകളേക്കാൾ ഉപരി അതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഇമോഷണലി അവർ അനുഭവിക്കുന്ന ഒരു പ്രഷറും പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സ്മെൻ ടീമിലെ ഏതൊരു ക്യാരക്ടറിനെ എടുത്താലും ഒരു 100% സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന രീതിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ തണ്ടർ ബോൾസ് പടം എടുത്താലും അതിലെ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കിയാൽ ഇതേ ഒരു വൈബ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ആരും അങ്ങോട്ട് സെറ്റ് അല്ല മൈൻഡിൽ. സോ അത്തരത്തിൽ മൈൻഡ് പ്രോബ്ലംസിനെ വെച്ചിട്ട് ചെറിയൊരു ഡാർക്ക് കോമഡി പരിപാടിയൊക്കെ പിടിച്ച് പടം എടുക്കാനായിട്ട് തീർച്ചയായിട്ടും തണ്ടർ ബോൾസിൻ്റെ ഒരു ഡയറക്ടറിന് കൃത്യമായിട്ടുള്ളൊരു കഴിവുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തണ്ടർ ബോൾസ് പടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പടം ഒരു ഫ്ലോപ്പാണ്. ബട്ട് ഫ്ലോപ്പ് ആണെങ്കിൽ പോലും ആ ഒരു പടത്തിന് വന്നിട്ടുള്ള ക്രിറ്റിക്സിൻ്റെ എന്നൊക്കെയുള്ള മികച്ച അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പുതിയ സാഗയിൽ പുതിയ ജനറേഷനിലോട്ട് ഈ ഒരു എക്സ്മെൻ ടീമിനെ തന്നെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു ദൗത്യം തന്നെ ഈ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ കൊടുത്തത് മാർവലിൻ്റെയും ഒരു ബോൾഡ് മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. സോ അത് നല്ല രീതിക്ക് തന്നെ പുള്ളി ഫുൾഫിൽ ചെയ്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അവിടെ നിന്ന് നമ്മുടെ പുതിയ എക്സ്മെൻ ടീമിലെ കാസ്റ്റിംഗിലോട്ട് വരാം. കാസ്റ്റിംഗിലായ തന്നെ നമുക്ക് അങ്ങ് സ്പൈഡർമാനിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്പൈഡർമാനിൽ ജീൻ ഗ്രേ ആയിട്ട് ഓൾറെഡി സാഡിസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ സാഡിസിങ് ഈസ് ഒഫീഷ്യൽ ജീൻ ഗ്രേ ഓഫ് മാർവൽ. ലുക്ക് വൈസ് പുള്ളിക്കാരി ഒക്കെ തന്നെയാണ്. പെർഫോമൻസ് വൈസും പുള്ളിക്കാരി കിടിലമാണെന്നുള്ളൊരു കാര്യം ഓൾറെഡി സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണണം. സോ സാഡിസിങ് ഒരു പെർഫെക്റ്റ് കാസ്റ്റ് തന്നെയായിട്ടാണ് തോന്നുന്നത്. ഒരു യങ് ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ഭാവിയിലോട്ട് കുറച്ചധികം നാളുകളിലോട്ട് പുള്ളിക്കാരിയുടെ കാര്യം സെറ്റാണ്. കിറ്റ് കോർണർ അസ് സൈക്ലോപ്സ് പുള്ളിക്കാരൻ്റെയും ലുക്ക് വൈസ് പുള്ളിക്കാരൻ ഓക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പെർഫോമൻസ് ഏതൊരു രീതിക്കാണെന്ന് പുള്ളിക്കാരൻ്റെ പടങ്ങളും പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് അതിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. സോ ബട്ട് ലുക്ക് വൈസ് പുള്ളിക്കാരി സൈക്ലോപ്സ് ആയിട്ട് ഓക്കെയാണ്. അവിടെ നിങ്ങൾ സമാറ വീവിംഗ് ആസ് എമ്മ ഫ്രോസ്റ്റ് ഈ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റിൽ ഈ ഒരു എക്സ്മാനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റിൽ തന്നെ ഏറ്റവും പിച്ചം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ആ മുഖത്തേക്ക് നോക്ക്, ജസ്റ്റ് അളന്നെടുത്ത് മുറിച്ചെടുത്ത് വെച്ച പോലെയുണ്ട് സമാറ വീവിങ്ങിന് ആ ഒരു എമോ ഫ്രോസ്റ്റ് ആയിട്ട്. സോ പുള്ളിക്കാരി പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ റെഡി ഓർ നോട്ട് പടത്തിലൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. സോ അവിടെയും ഓക്കെയാണ്, ലുക്ക് വൈസും ഓക്കെയാണ്. പുള്ളിക്കാരി 100% ഓക്കെ. ക്രിസ്റ്റഫർ ആൽബർട്ട് എസ് പ്രൊഫസർ എക്സ് പുള്ളിക്കാരൻ മുടി വെച്ചിട്ടുള്ള ഒരു ലുക്കിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പ്രൊഫസർ എക്സ് ആയിട്ട് ഒരു ലുക്ക് വൈസ് മുടി മുട്ടയടിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഒറ്റ പറയണ നോക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല. മുട്ടത്തലെന്ന് പറയുന്ന രണ്ടാമത്തെ വിഷയമാണ്. അതിലുപരി പ്രൊഫസർ എക്സിന് വേണ്ടത് ആ മുഖത്തുള്ളൊരു എന്താ പറയുക ഒരു കാംനെസ് ആണ്. പുള്ളിക്കാരനെ കണ്ടിട്ട് ആ ഒരു കാം മൈൻഡ് മുഖത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആക്ടറാന്ന് തോന്നുന്നുണ്ട്. നോക്കാം പടത്തിൽ ഏതൊരു രീതിക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അവിടെ നിന്ന് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇന്ത്യൻ അവരാറ്റി എസ് റോഗ്. ഒബ്സഷൻ കണ്ടിറങ്ങി കിളിവാറിയിരിക്കുന്നവരോട് ഞാൻ പുള്ളിക്കാരുടെ പെർഫോമൻസിനെ പറ്റി പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ലുക്ക് വൈസും പുള്ളിക്കാരി എനിക്ക് നല്ല ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരുടെ ഒരു ഫേസ് സ്ട്രക്ചറും കൃത്യമായിട്ട് ഒരു റോഗിൻ്റെ ക്യാരക്ടറിന് കൃത്യമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ്. ബട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു മാനദണ്ഡമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെ ആയിട്ട് തന്നെയാണ്
തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്ത്യൻ വെറൈറ്റിയുടെ ഈ ഒരു കാസ്റ്റ് പേഴ്സണലി എനിക്ക് കുറച്ച് അധികം സന്തോഷമുണ്ട്. പുള്ളിക്കാരൻ ഇനി മാർവൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. മായ ബോയ്ഡ് സ്റ്റോം ഇതെല്ലാ തരത്തിലും ഒരു പുതിയ കാസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. പുള്ളിക്കാരുടെ ഇതിനു മുമ്പ് പടമോ മറ്റോ ഒന്നും വന്നിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമിൽ എന്തോ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ കാസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എക്സ്മാൻ പോലെ വലിയൊരു ശാഖയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള ഓഡീഷൻ മാർവലിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ടാവും. സോ പെർഫോമൻസ് വൈസും ഈ ഒരു ക്യാരക്ടറും നല്ല രീതിക്ക് തന്നെ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. അല്ലാണ്ട് ചുമ്മാ അങ്ങനെ മാർവൽ കാസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ ആഡം ഡ്രൈവറസ് മിസ്റ്റർ സിനിസ്റ്റർ ഇതും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് സമാറ വിവിന്റെ ആ ഒരു എമ്മ ഫ്രോസ്റ്റിന്റെ ക്യാരക്ടറിനെ ഞാൻ പറഞ്ഞ കൂട്ട് പിച്ചം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടറിന്റെയും ആക്ടറിന്റെയും മുഖം ഒന്ന് നോക്ക്, പറിച്ചെടുത്ത് വെച്ച പോലെ ഉണ്ട്. ആക്ച്വലി പുള്ളിയെ ആദ്യം മാഗ്നെറ്റോ ആയിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു രീതിക്കുള്ള റൂമേഴ്സും പരിപാടികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ശരിവെക്കുന്ന വണ്ണം ഈ ഒരു കാസ്റ്റ് ലിസ്റ്റ് അനൗൺസ്മെന്റിലും പുള്ളിക്കാരൻ ആദ്യം വന്നിട്ട് ഞാൻ മാഗ്നെറ്റോ ആയിട്ടാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് ഒരു ഫണ്ടും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പുള്ളി അല്ല ഞാൻ മിസ്റ്റർ സിനിസ്റ്റർ ആണെന്നുള്ള രീതിക്ക് ഒരു അനൗൺസ്മെന്റ് വിട്ടത്. സർപ്രൈസിന് പുള്ളിക്കാരൻ മാഗ്നെറ്റോ ആയിട്ട് വന്നാൽ പോലും ഞാൻ തെറ്റു പറയത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു മുഖം വെച്ച് നോക്കുമ്പോൾ ആ ഒരു മാഗ്നെറ്റോ ക്യാരക്ടറിനും പുള്ളിക്കാരൻ ആപ്റ്റായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ബട്ട് ഇതിൽ ഞാൻ ഓക്കെയാണ്, മിസ്റ്റർ സിനിസ്റ്റർ ആയിട്ടും പുള്ളി കറക്റ്റാണ്. സോ മാർവലിന് ഇവിടെയും തെറ്റിയില്ല. സോഫാർ അവർ അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്മെൻ കാസ്റ്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. മാർവലിന്റെ ഭാവി ഇനി ഇവരുടെ കയ്യിലൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആൻഡ് ഇതിൽ കൂട്ടത്തിലെ കൊമ്പൻ എന്ന വണ്ണം മിസ്സായി പോയിട്ടുള്ള രണ്ടുപേര് വോൾവറിന്റെ കാസ്റ്റും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാഗ്നെറ്റോന്റെ കാസ്റ്റുമാണ്. ഇവരുടെ കേസ് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നെറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ത്രെറ്റ് എന്നുള്ള രീതിക്ക് എക്സ്മാൻ്റെ ബേസിൽ വരുന്ന ഒരു വില്ലൻ ആർക്കുള്ള ഒരു ക്യാരക്ടറാണല്ലോ. സോ പുള്ളിക്കാരനെയൊക്കെ ഫസ്റ്റ് പടത്തിൽ തന്നെ അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തായിരിക്കും പുള്ളിയൊക്കെ കാണിക്കാനായിട്ട് പോകുന്നത്. മേ ബി ഒരു ക്യാമിയോ മോഡിലൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി എക്സ്മാൻ്റെ ഒരു മെയിൻ വില്ലൻ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ ഒരു മിസ്റ്റർ സിനിസ്റ്റർ. പുള്ളിക്കാരൻ്റെ കാസ്റ്റിനെ ഇപ്പോൾ കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു പടത്തിൽ മെയിനായിട്ട് മിസ്റ്റർ സിനിസ്റ്റർ ആയിരിക്കും ഒരു വില്ലൻ മോഡിൽ വരാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. മാഗ്നെറ്റോ കുറച്ചുകൂടി ഒരു ബിൽഡപ്പിന് ശേഷം കളത്തിലിറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വുൾവറിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ വുൾവറിൻ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. എക്സ്മാൻ അറിയോ ഇല്ലയോ വുൾവറിനെ എല്ലാവരും അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റ് പടത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫോക്കസ് എന്തായാലും ആ ഒരു ക്യാരക്ടറിലോട്ട് പോകും എന്നുള്ളത് കൊണ്ട് വുൾവറിൻ ഈ ഒരു പടത്തിൽ വരാൻ ചാൻസ് കുറവാണ്. ഓർ മേ ബി ഉണ്ടെങ്കിൽ തന്നെ അത്ര കണ്ട് ഫോക്കസ് ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ആ ഒരു എക്സ്മാൻ ടീമിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു പടം ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് അതിനുശേഷം വോൾവറിനെ ബേസ് ചെയ്തൊരു സ്റ്റാൻഡലോൺ പടമൊക്കെ തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് പടത്തിൽ മാഗ്നെറ്റോ ആൻഡ് വോൾവറിൻ കുറച്ചൊന്ന് പിടിച്ചായിരിക്കും പടത്തിൽ കാണിക്കുന്നത്. എൻഡ്ലെസ് പോസിബിലിറ്റീസ് ആണ് ഈ ഒരു സീക്രട്ട് വാർസിന് ശേഷം ഉണ്ടാകുന്ന ഒരു റീബൂട്ടിൽ മാർവലിൽ കിട്ടാനായിട്ട് പോകുന്നത്. അവഞ്ചേഴ്സും എക്സ്മാനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി അവരങ്ങനെ യാഥാർത്ഥ്യമാക്കി എടുത്തിരിക്കുകയാണ്. സോ അവരെ കോർത്തിണക്കി ഇഷ്ടം പോലെ കഥകൾ പറയാം. അത് ഈ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖ എടുത്തു വെച്ചതിന് ശേഷം അതിലും ഇഷ്ടം പോലെ കഥകൾ പറയാമായിരുന്നു. അതിൽ ഫേക്ക് ഫെമിനിസവും പരിപാടികളെല്ലാം കുത്തി കയറ്റി കുളമാക്കി പണ്ടാറടക്കി വെച്ചതുപോലെ ആ ഒരു രീതിക്ക് ചളവളമാക്കി വെക്കാതെ നല്ലൊരു രീതിക്ക് ഒരു പ്ലാനിങ്ങോടുകൂടി ഈ ഒരു പരിപാടി കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. കാസ്റ്റിംഗ് എടുത്തു വെച്ചതൊന്നും അവർക്ക് പാളിയതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം അറിയാനും ഞാൻ കുറച്ച് ക്യൂരിയസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് എക്സ്മാനെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന ഒരു മ്യൂട്ടൻസ് ആകിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കകളും പരിപാടികളും ഈ ഒരു കാസ്റ്റ് അനൗൺസ്മെന്റ് പരിപാടികൾ നിങ്ങൾക്ക് എത്രമാത്രം വർക്കൗട്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻ കാസ്റ്റിൽ ഫാൻ തിയറിയിൽ ഉണ്ടായിരുന്ന കാസ്റ്റ് ആരൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.